നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല സിലബസിൽ കെ ശൈലജയുടെ ആത്മകഥയും. യൂണിവേഴ്സിറ്റി സിലബസ് വിവാദത്തിൽ. സർവകലാശാല ആസ്ഥാനത്തേക്ക് KSU മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. മദ്യഷാപ്പുകൾ വ്യാപകമായി അനുവദിക്കുന്ന പിണറായി നാടിന് അപമാനം. മഹിളാ ഐക്യവേദി കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ലഹരി എങ്ങനെ പോഷകമാകുമെന്ന് പ്രസിഡന്റ് നിഷ സോമൻ. വെള്ളൂരിൽ അടിപ്പാത നിർമ്മിക്കണം. ആക്ഷൻ കമ്മിറ്റി ദേശീയപാത പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്രമന്ത്രിക്ക് ഈ വിഷയം ഉന്നയിച്ച് നിവേദനം നൽകിയിട്ടും ഉദ്യോഗസ്ഥ ഒത്തുകളി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് MV ജയരാജൻ. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല MA ഇംഗ്ലീഷ് സിലബസിൽ മുൻമന്ത്രിയും CPM നേതാവുമായ കെ ശൈലജയുടെ ആത്മകഥയും. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന കെ ശൈലജയുടെ ആത്മകഥയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിലബസിൽ രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നതെന്ന് KSUവും കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPCTയും ആരോപിച്ചു. കണ്ണൂർ സർവകലാശാല MA ഇംഗ്ലീഷ് സിലബസിൽ ഒന്നാം സെമസ്റ്ററിന്റെ ലൈഫ് റൈറ്റിംഗ് എന്ന പേപ്പറിലാണ് മുൻമന്ത്രിയും CPM നേതാവുമായ കെ ശൈലജയുടെ ആത്മകഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല PG ക്ലാസുകൾ ആരംഭിച്ചതിനു ശേഷമാണ് സിലബസ് പുറത്തുവരുന്നത്. ഗാന്ധിജി, ഡോക്ടർ BR അംബേദ്കർ എന്നിവരുടെ ആത്മകഥയ്ക്കൊപ്പമാണ് കെ ശൈലജയുടെ ആത്മകഥയും ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിലിൽ ഡൽഹി കേരള ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് പ്രകാശനം ചെയ്തത്. സിലബസിൽ കെ ശൈലജയുടെ ആത്മകഥ ഉൾപ്പെടുത്തിയതിന് എതിരെ KSU രംഗത്തുവന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത സർവകലാശാലയുടെ നടപടി കൃത്യമായ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയും രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഒരു തരത്തിലും ധാർമ്മികമായി നിലനിൽക്കാത്ത, ആധികാരികമായി നിലനിൽക്കാത്ത ഒരു അഡ്വ കമ്മിറ്റിയാണ് ഈ സിലബസ് തയ്യാറാക്കിയത്. ആ സിലബസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിന് ശക്തമായ പ്രതിഷേധങ്ങളും പരാതികളും നിയമ നടപടികളും ഉൾപ്പെടെ ഉയർന്നു. സിലബസിൽ രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നതെന്ന് KSUവും കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPCTയും ആരോപിച്ചു. 9 വർഷത്തിനു ശേഷമാണ് സിലബസ് പരിഷ്കരണം നടക്കുന്നത്. ഇന്നലെയാണ് സിലബസ് പുറത്തിറങ്ങിയത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇല്ലാതെ അഡ്ഹോക് കമ്മിറ്റിയാണ് സിലബസ് തയ്യാറാക്കിയത്. കെ ശൈലജയുടെ ആത്മകഥ കണ്ണൂർ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വിവാദം. കണ്ണൂർ സർവകലാശാലയിൽ KSU പ്രതിഷേധം. KSU പ്രവർത്തകരെ പോലീസ് സർവകലാശാല കവാടത്തിൽ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്തർക്കവും ഉന്തും തള്ളും. KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MCക്ക് നേരെ പോലീസ് അതിക്രമം. രാവിലെ മുതൽ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് സർവകലാശാല കവാടം പോലീസ് അടച്ചിരുന്നു. ആസ്ഥാന മന്ദിരത്തിലേക്ക് ആരെയും കടത്തിവിടാൻ തയ്യാറായില്ല. തുടർന്ന് ഗേറ്റ് ചാടിക്കടന്നാണ് KSU പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചത്. നമ്മൾ KSU സംസ്ഥാനമാണ് ആകാശം ആരോ എല്ലാവരും മര്യാദക്ക് ഇത്ര നാളില്ലാത്തൊരു നടപടി ഇത്ര നാളില്ലാത്തൊരു നടപടി ഇവിടെ കയറ്റി വിടണ്ട. ഇവിടെ കയറ്റി വിടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കയറ്റി വിടേണ്ട ആവശ്യമുണ്ടോ? KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MCക്ക് നേരെ പോലീസ് അതിക്രമമുണ്ടായി. അതുൽ MCയെ റോഡിലേക്ക് വലിച്ചിഴച്ചു. KSU നേതാക്കളായ ഫർഹാൻ മുണ്ടേരി, ആകാശ് ഭാസ്കർ, അക്ഷയ് VV, അഷിത് അശോകൻ, ഷഹനാദ് ആരോമൽ A എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊളച്ചേരിപ്പറമ്പിൽ സുഹൃത്തായ ലോഡിംഗ് തൊഴിലാളിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ മയിൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ദിനേശൻ കുറ്റം സമ്മതിച്ചു. ദിനേശന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. മദ്യപിക്കുന്നതിനിടെയുണ്ടായ വാക്ക് തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. ദിനേശന്റെ കൊളച്ചേരി പറമ്പിലുള്ള വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊളശ്ശേരി പറമ്പിലെ കൊമ്പൻ ഹൌസിൽ സജീവന്റെ ശരീരത്തിൽ ഒന്നിലേറെ തവണ ദിനേശൻ വിറകുകൊള്ളികൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട്. സജീവന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പരേതരായ കുഞ്ഞപ്പയുടെയും ലീലയുടെയും മകനാണ് സജീവൻ. അംഗനവാടി വർക്കറായ ഗീതയാണ് ഭാര്യ. മംഗലാപുരത്ത് നിന്നും മലപ്പുറം കോട്ടക്കലിലേക്ക് കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. വിപണിയിൽ 6.5 ലക്ഷത്തിലധികം രൂപ വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് കാസർഗോഡ് DYSP സുധാകരനും സംഘവും പിടിച്ചെടുത്തത്. കോട്ടക്കൽ സ്വദേശികളായ അഖിൽ PK, O സജീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് കുമ്പള സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇന്നത്തെ ദിവസം കടത്തുന്ന രണ്ടാമത്തെ ലോഡാണ് ഇതെന്ന് പ്രതികൾ മൊഴി നൽകി. മംഗലാപുരത്ത് നിന്ന് മലപ്പുറം കോട്ടക്കലിലേക്ക് കൊണ്ടുപോകുന്ന ഓയിൽ ഉൽപ്പന്നമാണ്. ഏകദേശം 6.5 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. സജീർ, അഖിൽ 2 പേരാണ് ഡ്രൈവറും ക്ലീനറും. ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കൊണ്ടുപോകുന്നതെന്നാണ് വിവരം കിട്ടിയത്. അതിമാരകമായ ഓയിൽ ഉൽപ്പന്നങ്ങളാണിത് കൊണ്ടുപോകുന്നത്. അവിടെ പല സ്കൂൾ കോമ്പൗണ്ടുകളിലും മറ്റൊക്കെ ഇത് വിൽപ്പന നടത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ രഹസ്യവിവരത്തെ തുടർന്ന് കുമ്പള ലിമിറ്റിൽ വെച്ച് വാഹന പരിശോധന നടത്തി SI ഒക്കെ കൂടി വാഹന പരിശോധന നടത്തിയപ്പോഴാണ് കിട്ടിയത്. അശോക് ലെയ്ലാൻഡ് ഗുഡ്സ് വാഹനത്തിൽ 50ഓളം ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല സിലബസിൽ KK ശൈലജയുടെ ആത്മകഥയും. യൂണിവേഴ്സിറ്റി സിലബസ് വിവാദത്തിൽ. സർവകലാശാല ആസ്ഥാനത്തേക്ക് KSU മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. മദ്യഷാപ്പുകൾ വ്യാപകമായി അനുവദിക്കുന്ന പിണറായി നാടിന് അപമാനം. മഹിളാ ഐക്യവേദി കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ലഹരി എങ്ങനെ പോഷകമാകുമെന്ന് പ്രസിഡന്റ് നിഷ സോമൻ. വെള്ളൂരിൽ അടിപ്പാത നിർമ്മിക്കണം. ആക്ഷൻ കമ്മിറ്റി ദേശീയപാത പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്രമന്ത്രിക്ക് ഈ വിഷയം ഉന്നയിച്ച് നിവേദനം നൽകിയിട്ടും ഉദ്യോഗസ്ഥ ഒത്തുകളി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് MV ജയരാജൻ. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടൂ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കണ്ണൂർ. ഒരായിരം കിനാക്കളാൽ ഒരുന്നു കൂടുന്നേഞ്ഞിരുന്നു മോഹം. അതെ, നിർത്ത്. ഇനിയും തട്ടിമുട്ടിയിരിക്കാതെ നേരെ നിക്ഷാനിലേക്ക് വിട്ടോ. ഈ ഓണത്തിന് 1000 ഓഫറുകളും സമ്മാനങ്ങളുമായി നിക്ഷാനിൽ ഒരേ ഒരു ഓണം 1000 ഓഫർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും ഇപ്പോൾ സ്വന്തമാക്കൂ മറ്റാരും നൽകാത്ത വിലക്കുറവിൽ. കൂടാതെ കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയ്ക്കുള്ള സമ്മാനങ്ങൾക്ക് പുറമെ ബമ്പർ സമ്മാനമായി 2 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകളും, 2ാം സമ്മാനമായി 6 ഏതർ 450S ഇലക്ട്രിക് സ്കൂട്ടറുകളും, 3ാം സമ്മാനമായി 50 സ്മാർട്ട് ഫോണുകളും നിക്ഷാനിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷിക്കൂ ഈ ഓണം നിക്ഷാൻ ഇലക്ട്രോണിക്സിനൊപ്പം. വാർത്തകളിലേക്ക്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ വിദേശ മദ്യം പിടികൂടി. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഭാഗങ്ങളിൽ നടന്ന റെയ്ഡിലാണ് 21 ലിറ്റർ വിദേശ മദ്യവുമായി കാനംവയൽ സ്വദേശി റിൻഡിൽ K മനോജ് പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് റെയ്ഡിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ, ചെറുപുഴ, വലായി, പുളിങ്ങോം, രാജഗിരി, കാനംവയൽ ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയത്. പയ്യന്നൂർ റേഞ്ച് പരിധിയിൽപ്പെട്ട വയലായി എന്ന സ്ഥലത്താണ് 21 ലിറ്റർ വിദേശ മദ്യവും ബജാജ് ഓട്ടോറിക്ഷയും സഹിതം കാനംവയൽ സ്വദേശി റിൻഡിൽ K മനോജ് അറസ്റ്റിലാവുന്നത്. ഇയാളിൽ നിന്നും 21 ലിറ്റർ വിദേശ മദ്യക്കുപ്പികൾ കണ്ടെടുത്തു. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ M കലേഷ്, PR വിനീത്, ഡ്രൈവർ PV അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ ഐക്യവേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ധർണ സംസ്ഥാന പ്രസിഡന്റ് നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി പോഷകമാണെന്ന് പറയുകയും മദ്യഷാപ്പുകൾ വ്യാപകമായി അനുവദിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് അപമാനമാണെന്ന് നിഷ സോമൻ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരെ നാരീശക്തി പറയുന്നു, നിങ്ങൾ നാടിന്റെ അപമാനം, നിങ്ങൾ മദ്യം തന്നെയാണ്, മദ്യമല്ല പോഷകാഹാരം, സർക്കാർ മദ്യലഹരി വിപത്തിനെതിരെ അടിയേറുക നാം ഐക്യത്തോടെ, മദ്യലഹരി വിപത്തിനെതിരെ അമ്മമാരുടെ പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിഷ K, രാഗിണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിട്ടി പുന്നാട് ടൌണിൽ പിക്കപ്പ് വാൻ നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിലിടിച്ച് അപകടം. ഒരാൾ മരിച്ചു.
മുഴപ്പിലങ്ങാട് സ്വദേശി സൽമാനാണ് മരിച്ചത്. പിക്കപ്പ് വാൻ ഡ്രൈവർക്കും പരിക്കേറ്റു. കണ്ണൂർ പട്ടുവത്ത് അപകടത്തിൽപ്പെട്ട ലോറി ഉയർത്താനെത്തിയ ക്രെയിൻ മറിഞ്ഞ് ഓപ്പറേറ്റർ മരിച്ചു. പട്ടുവം മുതുകുട LP സ്കൂളിന് സമീപത്താണ് അപകടം. കണ്ണപുരം ലക്ഷം വീട് കോളനിക്ക് സമീപത്തെ MT ഹൌസിൽ മുസ്തഫയാണ് മരിച്ചത്. പുലർച്ചെ 5:45ഓടെയാണ് അപകടം നടന്നത്. മറിഞ്ഞുകിടന്ന മിനി ലോറി ഉയർത്താനെത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. മിനി ലോറി ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ക്രെയിൻ വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. തളിപ്പറമ്പിൽ നിന്നുള്ള അഗ്നിശമന സേനയാണ് മൃതദേഹം വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. മണൽക്കടത്ത് സംഘത്തിന്റെ മിനി ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് ഉയർത്താനെത്തിയ ക്രെയിൻ അപകടത്തിൽപ്പെട്ടാണ് ഓപ്പറേറ്ററുടെ മരണം. കണ്ണപുരം ചുണ്ടവയൽ ലക്ഷം വീട് കോളനിക്ക് സമീപത്തെ MT ഹൌസിൽ മറ്റാങ്കീഴ് താഴെപ്പുരയിൽ മുസ്തഫയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് മണൽക്കടത്ത് സംഘത്തിന്റെ മിനി ലോറി പട്ടുവം മാണുക്കര മധുക്കുട LP സ്കൂളിന് സമീപം മറിഞ്ഞത്. ഇരുചെവി അറിയാതെ വാഹനം പൊക്കിമാറ്റാനായി മണൽക്കടത്ത് സംഘം കുപ്പം, വളപട്ടണം എന്നിവിടങ്ങളിലെ ഖലാസിമാരെ വിളിച്ചുവെങ്കിലും പുലർന്നതിനു ശേഷം മാത്രമേ വരാനാവൂ എന്ന് ഇവർ പറഞ്ഞതിനാൽ കണ്ണപുരത്തെ ക്രെയിൻ ഓപ്പറേറ്റർ മുസ്തഫയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത്, കണിയന്നൂർ കാഞ്ഞിരക്കുന്ന് അങ്കണവാടിയും കണ്ണൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും സംയുക്തമായി വയോജന ബോധവൽക്കരണ ക്ലാസും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ മുതുകുറ്റി സ്വദേശി കണ്ണൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SI CV അഷറഫിനുള്ള അനുമോദനവും നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV ബിജു ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് വളരെ മനോഹരമായിട്ട് അഖില് വളരെ കൃത്യമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അഖിലും ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാണ്. നമ്മളൊക്കെ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. 10,000 പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം, കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ണിനെ, ഈ കണിയന്നൂർ പ്രദേശത്തെ നമ്മളാക്കി മാറ്റുന്നതിൽ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് ഒരുപോലെ പ്രവർത്തിച്ച ഒരു തലമുറയോട് സംവദിക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം പങ്കുചേരുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പൊതുജീവിതത്തിൽ, നമ്മുടെ എല്ലാം രാഷ്ട്രീയ ധാരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായിട്ട് തോന്നുകയാണ്. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. ആ അനുഭവങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചെമ്പിലോട് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുരേഷൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അഖിൽ പൊന്നാരത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രസീത വയോജനങ്ങളെ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രതീശൻ, മെമ്പർമാരായ V ലോഹിതാക്ഷൻ, K ഷൈമ, മുൻ മെമ്പർ M മുസ്തഫ മാസ്റ്റർ, P രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ജനമൈത്രി പോലീസ് ചക്കരക്കല്ലിന്റെ ആഭിമുഖ്യത്തിൽ വലിയന്നൂർ ഹോളി മൌണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. SHO ശ്രീജിത്ത് കൊടേരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും ശാരീരികമായും മാനസികമായും ഒക്കെ പല രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, സമൂഹത്തിൽ നിന്ന് എന്താ പറയേണ്ടത്, ഒറ്റപ്പെട്ട ആളുകൾ, വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആരുമില്ലാത്ത ആളുകൾ, അവരൊക്കെ ഇവിടെ പാർപ്പിക്കാൻ വേണ്ടി ആ കാണിച്ച മനസ്സ് വലിയൊരു മനസ്സാണ്. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ആരുമില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണ്ട. നമ്മളൊക്കെ എല്ലാ സമയത്തും ഞങ്ങളൊക്കെ നിങ്ങൾ ഒന്നിച്ചുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടിയ ആളുകളാണ്. ആരുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആ കാലഘട്ടത്തിൽ പോലും എല്ലാ തരത്തിലുള്ള സഹായവുമായി വന്നവരാണ് പോലീസും അതുപോലെ മറ്റു വകുപ്പുകളും. അപ്പൊ ഞങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു വർഷത്തെ 2023 ഓണം നിങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുക. കാരണം നിങ്ങളുടെ മുഖത്ത് കാണുന്ന സന്തോഷം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഇതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കത് കാണാൻ പറ്റി. ഒരു ചെറിയ ഓണക്കോടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ചെറിയ രീതിയാണ്, അല്ലാതെ വലിയ സംഭവമൊന്നും അല്ല. എന്നാൽ പോലും നിങ്ങൾ ഒന്നിച്ചൊന്ന് ഊണ് കഴിക്കാനും അതുപോലെ തന്നെ. ചടങ്ങിൽ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് ഗാനമേളയും അന്തേവാസികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഓണാഘോഷം മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന അന്തേവാസികൾക്ക് ഒരു നവ്യ അനുഭൂതിയായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ T അനീഷ്, ഫാദർ ആൽവിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിലെ സെന്റർ പാർക്ക് നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു. ഓഗസ്റ്റ് 25-ന് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത T നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് PP സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. DTPC സെക്രട്ടറി ജിജേഷ് കുമാർ JK, എടക്കാട് CI സുരേന്ദ്രൻ കല്യാട്, വാർഡ് മെമ്പർ M സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 25 വരെ മുഴപ്പിലങ്ങാട് ബീച്ച് കാർണിവലും നടക്കും. ബീച്ചിലെ
സെൻട്രൽ പാർക്ക് പൂർണ്ണമായി നവീകരിച്ചുകൊണ്ട് ആഗസ്റ്റ് 25-ന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. നവീകരിച്ച മുഴപ്പിലങ്ങാട് സെൻട്രൽ പാർക്ക് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും മുഴപ്പിലങ്ങാട് ബീച്ച് കാർണിവലും ആഗസ്റ്റ് 25-ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നു. പ്രവേശനോദ്ഘാടനം മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റും DTPC ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ സജിത ടി നിർവഹിക്കും. DTPC സെക്രട്ടറി ജിജേഷ് കുമാർ JK, എടക്കാട് CI സുരേന്ദ്രൻ കല്യാട്, വാർഡ് മെമ്പർ A സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യമുണ്ടാവും. നവീകരിച്ച പാർക്കിൽ അതിവിപുലമായ വിനോദോപാധികളാണ് ഒരുക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗെയിം ഉൾപ്പെടെയുള്ള ഗെയിം സോൺ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, വാട്ടർ ആക്ടിവിറ്റീസ്, സൈക്കിൾ സവാരി തുടങ്ങിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി റൈഡുകളാണ് സെൻട്രൽ തീം പാർക്കിൻ്റെ പ്രത്യേകത. ഇതോടൊപ്പം കല്യാണം, പിറന്നാളാഘോഷം, വിവിധ തരത്തിലുള്ള ഒത്തുകൂടൽ എന്നിവയ്ക്ക് അനുയോജ്യമായ അതിവിശാലമായ സൗകര്യങ്ങൾ പാർക്കിൽ ഒരുക്കിയിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ പഠനയാത്രകളിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാന ഡെസ്റ്റിനേഷനായി ബീച്ച് മാറുവാനായി പാർക്കിൽ കുട്ടികൾക്ക് പ്രത്യേക സൗകര്യങ്ങളും റൈഡുകളിൽ ഫീസ് ഇളവുകളും നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുകയാണ്. അതോടൊപ്പം ഓണത്തെ വരവേറ്റുകൊണ്ട് മുഴപ്പിലങ്ങാട് ബീച്ച് കാർണിവൽ സെൻട്രൽ പാർക്കിൽ സംഘടിപ്പിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ പ്രതിഫലിക്കുന്ന നിരവധി സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ബീച്ച് കാർണിവലിലും സെൻട്രൽ പാർക്കിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ PP സിദ്ദിഖ്, C അബ്ദുൾ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത വികസന പ്രവൃത്തി നടക്കുന്ന വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത കണ്ണൂർ പ്രൊജക്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാൽടെക്സിൽ നിന്നാരംഭിച്ച പ്രകടനം ദിനേശ് ഓഡിറ്റോറിയം പരിസരത്തെ NH പ്രൊജക്ട് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അവശേഷിക്കുന്ന അടിപ്പാതകളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിൽ വീണ്ടും മന്ത്രിതലത്തിൽ തന്നെ MP-മാരുടെ സഹായത്തോടുകൂടി നിവേദനം നൽകിയത്. അവിടെ വെച്ചുണ്ടായ അനുഭവം മന്ത്രി 6 MP-മാരുടെ സാന്നിധ്യത്തിൽ ഒരു പ്രദേശത്തിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദക സംഘമായതുകൊണ്ട് ആ പ്രശ്നത്തിന്റെ ജനകീയ വശം മനസ്സിലാക്കിക്കൊണ്ടാണ് ഉടൻ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഓൺലൈനിൽ ബന്ധപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ചു ചേർന്നത്. വെള്ളൂരിൽ അടിപ്പാത ആവശ്യപ്പെട്ട് MP-മാരുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും ചില ഉദ്യോഗസ്ഥർ അതിന് തടസ്സം നിൽക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. മുൻ MLA C കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, KT സഹദുള്ള, M ഉണ്ണികൃഷ്ണൻ, MP മുരളി, TV രാജേഷ്, P സന്തോഷ്, V നാരായണൻ, VC നാരായണൻ, KV ബാബു, M സുബ്രഹ്മണ്യൻ, സരിൻ ശശി, KV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട് ശാദോളിപ്പള്ളിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ശാദോളിപ്പള്ളി ഡിവിഷൻ കമ്മിറ്റി RTOക്ക് നിവേദനം നൽകി. സ്ത്രീകളടക്കം നിരവധി ജനങ്ങളാണ് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങാനാവാതെ ബുദ്ധിമുട്ടുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ഏറെ കഴിഞ്ഞ് മാസങ്ങൾക്ക് മുൻപ് പുനരാരംഭിച്ച ഗതാഗതം ആദ്യത്തെ 1-2 മാസങ്ങളിൽ കൃത്യമായി ശാദോളിപ്പള്ളിയിൽ അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മാസങ്ങളായി ഇവിടേക്ക് ഗതാഗതം നടത്തുന്നില്ല. ബസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ ബാലിശങ്ങളായ കാരണങ്ങളാണ് അവർ ഉന്നയിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ബസിനെ മാത്രം ആശ്രയിക്കുന്ന സ്ത്രീകളും കുട്ടികളും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ബസിന്റെ മുടക്കം വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്ന് പ്രസിഡന്റ് മുസ്തഫ, സെക്രട്ടറി സിയാദ് അത്താഴക്കുന്നും പറയുന്നു. കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി പാട്ടത്തിന് നൽകി പെട്രോൾ പമ്പ് സ്ഥാപിക്കാനുള്ള ദേവസ്വം നടപടിക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ക്ഷേത്രഭൂമി സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള ഭക്തജന പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭൂമി പാട്ടത്തിന് കൊടുക്കാനുള്ള ദേവസ്വത്തിന്റെ രഹസ്യ നീക്കം ഉപേക്ഷിക്കുക, അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കുക, ക്ഷേത്രവും ക്ഷേത്രഭൂമിയും വിശ്വാസികളുടേതാണെന്ന വസ്തുത അംഗീകരിക്കുക, ക്ഷേത്രത്തിന്റെ ഭൌതിക വികസനം മുഴുവൻ ഭക്തജനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്ന സത്യം തിരിച്ചറിയുക, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുക, ഉത്തരവിളക്ക് മഹോത്സവത്തിന്റെ പള്ളിവേട്ടിയും കരടിക്കളിയും ആരംഭിക്കുന്ന സ്ഥാനം പെട്രോൾ പമ്പിന് നൽകാതിരിക്കുക, ഭക്തജനങ്ങൾ ഒത്തുചേരുന്ന ക്ഷേത്ര മൈതാനത്ത് പെട്രോൾ പമ്പ് സ്ഥാപിക്കാനുള്ള
നിർമ്മിക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കുക, ജീർണിച്ച ഓഡിറ്റോറിയം നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഭക്തജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷേത്രഭൂമിയുടെ പ്രകൃതി സൌന്ദര്യം, വിശാലതയും ശാന്തതയും കാത്തുസൂക്ഷിക്കണമെന്നും യാതൊരു ചർച്ചയും കൂടിയാലോചനയും കൂടാതെ ക്ഷേത്രഭൂമി നിസ്സാര വിലയ്ക്ക് ദീർഘകാല പാട്ടത്തിന് കൊടുക്കാൻ ഒരുമ്പിടുന്ന ദേവസ്വം അധികാരികളുടെ തെറ്റായ നടപടിയെ എന്ത് ത്യാഗം സഹിച്ചും ചെറുത്തു തോൽപ്പിക്കുമെന്നും ഭക്തജന കൂട്ടായ്മയിലെ നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഈ നാട്ടില് ജീവിച്ചു വരുന്ന നമുക്ക് അതിന്റെ അകത്ത് ഒരു തുണ്ട് ഭൂമി നഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഒരു വേദന, ആ വേദനയുടെ ഫലമാണ്. ആ വേദന കൊണ്ട് ഒന്നു മാത്രം ക്ഷേത്രത്തിന്റെ ഭരണാധികാരികൾക്ക് അത് വിട്ടുപോയാലും അത് പാട്ടുകളുടെ പ്രവർത്തനം. ഈ ഭൂമി പാട്ടത്തിന് കൊടുക്കാൻ പോകും, അതും ഈ കണ്ണെടുത്തും വരെയുള്ള 40 സെന്റ്. ഇതാണ് ഞങ്ങൾ എതിർക്കുന്നത്. എതിർക്കേണ്ടതല്ലേ? ആർക്കാണ് എതിർക്കാൻ തോന്നാതിരിക്കുക? ഇവിടെ ഒരു പെട്രോൾ പമ്പ്. ക്ഷേത്ര കവാടത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേദി ചെയർമാൻ PC ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ധന്യ സുധാകരൻ പ്രാർത്ഥനയും EN ഭാസ്കരൻ മാരാർ സ്വാഗതവും പറഞ്ഞു. MV ജനാർദ്ദനൻ നമ്പ്യാർ, M വനജ, PT രത്നാകരൻ, M പ്രജിത്ത്, PP സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 20 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5450 രൂപ, പവന് 43,600 രൂപ, വെള്ളി 80 രൂപ. നോളജ് സെന്റർ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാവുക. ഫോൺ നമ്പർ 9072592412. ടെൻഡർ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ്, കോഴിക്കോട് മേഖല ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സ്വിഫ്റ്റ് ഡിസയർ, ടൊയോട്ടോ എത്തിയോസ്, മാരുതി CS സമാന മോഡലിലുള്ള വാഹനം ഡ്രൈവർ സഹിതം ഓടുന്നതിന് ട്രാവൽ ഏജൻസികൾ അഥവാ വാഹന ഉടമകളിൽ നിന്ന്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല സിലബസിൽ KK ശൈലജയുടെ ആത്മകഥയും. യൂണിവേഴ്സിറ്റി സിലബസ് വിവാദത്തിൽ. സർവകലാശാല ആസ്ഥാനത്തേക്ക് KSU മാർച്ച്, പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം. മദ്യഷാപ്പുകൾ വ്യാപകമായി അനുവദിക്കുന്ന പിണറായി നാടിന് അപമാനം. മഹിളാ ഐക്യവേദി കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ലഹരി എങ്ങനെ പോഷകമാകുമെന്ന് പ്രസിഡന്റ് നിഷ സോമൻ. വെള്ളൂരിൽ അടിപ്പാത നിർമ്മിക്കണം. ആക്ഷൻ കമ്മിറ്റി ദേശീയപാത പ്രൊജക്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്രമന്ത്രിക്ക് ഈ വിഷയം ഉന്നയിച്ച് നിവേദനം നൽകിയിട്ടും ഉദ്യോഗസ്ഥ ഒത്തുകളി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് MV ജയരാജൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.